പ്രിയമുള്ളവരെ, ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞങ്ങളുടെ ജപ്പാൻ യാത്രയുടെ ഭാഗമായിട്ട് ജപ്പാനിലുള്ള 2 ടൊയോട്ട മ്യൂസിയങ്ങൾ സന്ദർശിച്ചതാണ്. കാറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളവർക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുക, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ 2 പ്രധാന മ്യൂസിയങ്ങളാണ് ജപ്പാനിൽ ടൊയോട്ടയ്ക്കുള്ളത്. ഒന്നിന് നഗോയ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുള്ളത്, അവരുടെ മെയിൻ മ്യൂസിയം. അതുകൂടാതെ വേറൊരു മ്യൂസിയം കൂടിയുണ്ട്, ഖൈക്കൻ എന്ന് പറയുന്ന സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ 2 മ്യൂസിയങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 40 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. നഗോയ എന്ന് പറയുന്ന സ്ഥല സിറ്റിയിലാണ് നമ്മൾ ആദ്യമേ പോകേണ്ടത്. ആ മ്യൂസിയമാണ് ആദ്യം മെയിനായിട്ട് കാണേണ്ടത്. ഞങ്ങൾ താമസിച്ച ഒസാക്കയിൽ നിന്ന് നഗോയയിലേക്ക് ഏകദേശം 2.5-3 മണിക്കൂർ ബുള്ളറ്റ് ട്രെയിനിൽ ട്രാവൽ ചെയ്ത് വേണം പോകാനായിട്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഞാൻ പോയ വഴിക്കൊക്കെ പരിചയപ്പെട്ട ആൾക്കാരുടെയൊക്കെ പടങ്ങളാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പല നാഷണാലിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടു. പുറത്തു നിന്നുള്ള പകുതി ആൾക്കാരും ഇംഗ്ലീഷ് ജപ്പാനിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരൊക്കെയാണ്. ബാക്കി തദ്ദേശീയരായിട്ടുള്ള പലർക്കും അവരുടെ ഇംഗ്ലീഷ് വളരെ ലിമിറ്റഡാണ്. അപ്പം No problem. What about the power? Pick up. Huh? No problem. Yeah? No problem. What about the power? Pick up. Huh? No problem. Yeah? ഇതിൽ കാണുന്ന ജപ്പാനിൽ ഞാൻ പരിചയപ്പെട്ട സുഹൃത്തുമായിട്ട് ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചു. വളരെ സന്തോഷത്തോടുകൂടി പിരിഞ്ഞു. ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്താണ് പറഞ്ഞു വിട്ടത്. ഞങ്ങൾ പിരിയുമ്പോഴുള്ള അവസ്ഥ ഇതിൽ കാണുന്ന ഈ പരസ്യത്തിൽ കാണുന്ന പോലുള്ളതായിരുന്നു. No problem. What about the power? Pick up. Huh? No problem. Yeah? നിങ്ങളിതിൽ ഇനി കാണുന്നത് ജപ്പാൻ്റെ ഏതോ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു തിരക്കില്ലാത്ത ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ്. എനിക്കവിടെ പോകേണ്ട ആവശ്യമുള്ളതല്ല. ഞാനൊരു ട്രെയിനിൽ കയറി വെറുതെ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗിയൊക്കെ കാണാൻ വേണ്ടി ഒന്ന് പോയതാണ്. അപ്പോൾ ചെറിയ ചെറിയ വീടുകളും അങ്ങനെയൊക്കെയാണ്. സിറ്റി പോലെയല്ല, ഗ്രാമങ്ങൾ ചെറിയ സെറ്റപ്പാണ്. കാണാൻ എന്നാലും ഭംഗിയാണ്. എല്ലാം നല്ല നീറ്റായിട്ട് അവർ ടൈഡി ആയിട്ടാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രാമപ്രദേശത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയതിന് ശേഷമാണ് ഞാൻ ടാക്സിയിലേക്ക് കയറിയത്. അന്നേരമാണ് ശരിക്കും ഞാൻ പെട്ടുപോയത്. പുള്ളി തദ്ദേശീയനായിട്ടുള്ള ഇംഗ്ലീഷ് ഒട്ടും അറിയാൻ വയ്യാത്ത ഒരാളായിരുന്നു. ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അപ്പം എനിക്ക് പോകേണ്ടത് ഞാൻ എൻ്റെ ഫോണിൽ പുള്ളിയെ ഭാഷയിലും കാണിച്ചു. പക്ഷേ പുള്ളി എന്നെ കറക്കി എവിടെയൊക്കെയോ പോയി. ലോക്കൽ ഓട്ടങ്ങൾ മാത്രം പോകുന്ന ആളായിരുന്നു പുള്ളി. അങ്ങനെ ഒരു ശകലം കൂടുതൽ സമയം പുള്ളിയുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടിട്ട് വന്നു. എന്നാലും പുള്ളി വളരെ സന്തോഷകരമായിട്ട് പറഞ്ഞ് ഉറപ്പിച്ച ആ ക്യാഷിന് തന്നെ എന്നെ കൊണ്ട് ടൊയോട്ടയുടെ മ്യൂസിയത്തിൻ്റെ അവിടെ തന്നെ വിട്ടു. ആ യാത്രയിൽ മുഴുവനും ഈ നോ പ്രോബ്ലം എന്നുള്ള ഒരൊറ്റ വാക്കായിരുന്നു. ഇത് 80 കാലഘട്ടത്തിലെ സുസുക്കി ബൈക്ക് ഇന്ത്യയിൽ വന്ന കാലഘട്ടത്തിൽ വളരെ പോപ്പുലറായ ഒരു ആടാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാർക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് ഈ പരസ്യം അത്ര ക്ലിക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. No problem. What about the power? Pick up. Huh? No problem. Yeah? ഇതാണ് നഗോയ സിറ്റിയുടെ പ്രാന്തപ്രദേശം. ഇതിനടുത്താണ് മെയിനായിട്ടുള്ള ടൊയോട്ടയുടെ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അത് സിറ്റി തന്നെയാണ്. കാറിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. No problem. What about the power? Pick up. Huh? No problem. Yeah? ഇതാണ് നഗോയയിലുള്ള മെയിൻ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ മ്യൂസിയത്തെ തന്നെ 2 സെക്ഷനായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് പവർ ലൂം സെക്ഷൻ. ഇവർ ബിസിനസ് തുടങ്ങിയത് ടൊയോഡ എന്ന പേരിലുള്ള പവർ ലൂമുകളുടെ ബിസിനസ്സാണ് തുടക്കത്തിൽ തുടങ്ങിയത്. അപ്പം അതിൻ്റെ ഒരു സെക്ഷൻ ഈ ലൂമുകളെക്കുറിച്ച് വിശദമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് അവരുടെ ഫാമിലി, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമാണ്. ഇതൊരു ചെറിയ ഫാമിലി കൊണ്ട് ബിസിനസ്സായിട്ട് തുടങ്ങിയതാണ്. എന്നിട്ടാണ് ലോകം മുഴുവനും വ്യാപിച്ചത്. ഇപ്പോഴും ആ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അവരുടെ ഫാമിലി നെയിം ടൊയോഡ എന്നാണ്. ടൊയോട്ട എന്നത് ഇങ്ങനെ ഇതിന് വന്നപ്പോൾ പേരെങ്ങനെ ചേഞ്ച് ചെയ്തതാണ്.
ആ ഫാമിലി ജപ്പാനിൽ ഇപ്പോഴും ഉണ്ട്. അതിലെ രണ്ടാമത്തെ മൂന്നാമത്തെ ജനറേഷനുള്ളവരാണ് ഇപ്പോൾ ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു സെക്ഷൻ മുഴുവനും പവർ ലൂമുകളെ പറ്റി വിശദമായിട്ടുള്ളതാണ്. കൈത്തറി ഒക്കെ പോലത്തെ മെഷീനുകളും കാര്യങ്ങളും എല്ലാം ഈ കാലഘട്ടത്തിലും അവർ ഈ മെഷീനുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ലോകം മുഴുവനും. ഇതാണ് അതിൻ്റെ പേര്, ടൊയോഡ. ഇതിലെ ഈ ഫേമസ് ബിൽഡിങ് ഇവരുടെ പവർ ലൂം ബിസിനസ്സിൻ്റെ ആദ്യകാലത്തുള്ളതാണ്. അതിനെ മ്യൂസിയമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനാണ് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇതിന് വേണ്ടി അവർ മാറ്റി വെച്ചിരിക്കുന്നത്. ആ സെക്ഷനാണ് നിങ്ങളിപ്പോൾ ഇതിനകത്ത് കാണുന്നത്. ഇതൊരു വലിയ കോമ്പൗണ്ടാണ്, യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടൊക്കെ പോലെ. വളരെയധികം ടൂറിസ്റ്റുകൾ, ജപ്പാനിൽ പോകുന്ന വിദേശത്തുനിന്ന് ഉള്ള ആൾക്കാരെല്ലാം തന്നെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടാണ് സാധാരണ പോരുന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇവരുണ്ടാക്കിയ വിപ്ലവം അതുപോലെ ഒരു ഇതാണല്ലോ. ലോകത്തെവിടെ ചെന്നാലും ഈ ബ്രാൻഡ് അതുപോലെ പോപ്പുലർ ആയതുകൊണ്ട് ആൾക്കാർക്ക് എന്താണെന്ന് അറിയാനുള്ളൊരു താല്പര്യം വളരെ കൂടുതലാണ്. അങ്ങനെയാണ് ആൾക്കാർ കൂടുതലും ടൂറിസം നന്നായിട്ട് അവർ പ്രൊമോട്ട് ചെയ്ത് ആ ബിസിനസ് നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. വളരെ പുതിയ ടെക്നോളജിയായ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിക്കുന്ന കാറുകൾ തൊട്ട് വളരെ വിൻറ്റേജ് ആയിട്ടുള്ള ഇവരുടെ തുടക്കകാലത്തുള്ള കാറുകളിലെ വരെ മോഡലുകൾ ഇവിടെ പ്രദർശനമുണ്ട്. ഒറിജിനൽ കാറിൻ്റെ പ്രൊഡക്ഷൻ ഫാക്ടറികളിൽ പബ്ലിക്കിന് അവർ പ്രവേശനം കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രോട്ടോടൈപ്പുകളും പ്രൊഡക്ഷൻ രീതികളും കാണാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള മ്യൂസിയങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ പോയി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഹൈലി കോൺഫിഡൻഷ്യലായിട്ട് സീക്രട്ടായിട്ടാണ് കാര്യങ്ങൾ. അത് പബ്ലിക്കിനോട് എങ്ങനെയാണ് ഇതിൻ്റെ എന്നുള്ളത് ഇതുവരെ റിവീൽ ചെയ്യൽ, ഒരു കാർ കമ്പനികളും റിവീൽ ചെയ്യൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ടൊയോട്ട ബ്രാൻഡിലെ ഫേമസ് ആയിട്ടുള്ള D4D പോലെയുള്ള എഞ്ചിനുകളിലെയൊക്കെ പ്രദർശനം അവിടെ ഉണ്ട്. നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു എഞ്ചിനാണിത്. എല്ലാവരും ടൊയോട്ട ഇന്നോവയെ പറ്റി പറയുമ്പോഴും ഹൈലക്സിനെ പറ്റി പറയുമ്പോഴും ഒക്കെ അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിനാണിത്. മെക്കാനിക്കലായിട്ടുള്ള കൂടുതൽ നോളജുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നതാണ്. കൂടുതൽ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ D4D എന്ന് പറയുന്ന എഞ്ചിൻ.
ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് ഉപയോഗിക്കുന്ന മിറായി എന്ന് പറയുന്ന ടൊയോട്ടയുടെ ഒരു കാറാണിത്. ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ അവിടെയുണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ് നിലവിൽ. ഇതാണ് ഫ്യൂച്ചർ കാറായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ഒരു സുവനീർ ഷോപ്പ് അവർ ടൊയോട്ടയുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വെച്ച് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് വാങ്ങാൻ പറ്റും. ടീഷർട്ടുകളായിട്ടും ചെറിയ മിനിയേച്ചർ കാറുകളായിട്ടും. ടൂറിസ്റ്റുകളെല്ലാവരും വരുന്നതിനെ ഇവിടെ കയറുകയും ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ സുവനീർ ഐറ്റങ്ങൾ വാങ്ങാറുമുണ്ട്. ഞാനും കുറച്ച് കാറുകൾ ചെറുതെല്ലാം വാങ്ങിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
ഈ മ്യൂസിയം സന്ദർശിക്കാൻ ദിവസവും ബസ്സിൽ ഇവിടെ വരുന്നവരാണിത്. ഇങ്ങനത്തെ വളരെയധികം ടൂർ ഓപ്പറേറ്റേഴ്സ് ബസ്സിൽ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഇത് തന്നെ ഒരു വലിയൊരു ബിസിനസ്സായിട്ട് തന്നെ ഓടിക്കുന്നുണ്ട്. വലിയൊരു കോമ്പൗണ്ടാണിത്. ഇനി ഇതിൽ കാണുന്നതാണ് കൈക്കൻ മ്യൂസിയം. ഇത് ഇച്ചിരി ചെറുതാണ്. ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മോഡലുകളൊക്കെ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ ഗ്രാമപ്രദേശത്താണ് ഇത് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പ് ജപ്പാനിൽ ചെന്ന് കഴിയുമ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പം ജപ്പാനിൽ പോകുന്നവർ മസ്റ്റായിട്ടും വാഹനങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണിത്. ഇവിടെ ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിൻറ്റേജ് കാറുകളാണ്. കൊറോണ എന്നൊക്കെ പറയുന്ന പഴയ മോഡലുകളുടെ ആദ്യത്തെ ടൈപ്പ് ആണ്. അത് ക്ലാസിക് കാറുകളായിട്ട് നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ട്.
Your bike? No problem. What about the power pickup? Huh? No problem. Yeah? ഇനി ഇതിൽ കാണുന്നത് ഈ 20 വർഷത്തിനിടയിൽ 2 രാജ്യങ്ങളിലായിട്ട് ഞങ്ങൾ പല കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച വാഹനങ്ങളാണ്. ഇതിൽ ചിലതൊക്കെ ഇപ്പോഴും കയ്യിലുള്ളതാണ്. അപ്പം ഉപയോഗിച്ചതിൽ ഈ ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ പിന്നെ ജപ്പാനിൽ പോകുമ്പോൾ അതൊന്ന് പോയി കണ്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയാണ് വിട്ടടിച്ച് പോയി കണ്ടത്. ഈ വണ്ടികളൊന്നും തന്നെ ഒരു പ്രശ്നങ്ങളും തലവേദനയും നമുക്കിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ചില വണ്ടികളൊക്കെ വാങ്ങിയതിനെ കഴിഞ്ഞും കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ പോലും പറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാം പറഞ്ഞ പോലെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹാപ്പി മോട്ടറിങ്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ബൈക്കിൻ്റെ പരസ്യത്തിൽ പറയുന്ന പോലെ എന്ത് സംഭവിച്ചാലും നോ പ്രോബ്ലം എന്ന് പറയാനുള്ള ഒരു മെൻറ്റാലിറ്റിയോടുകൂടി ജീവിതം ജീവിച്ചു തീർക്കുക. My bike! Who's that guy? Who took my bike? No problem. Who's that guy?